ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖിലാമിസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ആനുവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അല്ലേ. അപ്പോൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, ഇലയ്ക്കുമുണ്ട് പറയാൻ അല്ലേ. ദ ലീഫ് ടു ഹാസ് ടു സേ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായിരുന്നു ജെർമിനേഷൻ ഓഫ് സീഡ് അല്ലേ, വിത്ത് മുളയ്ക്കുക എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു വിത്ത് മുളയ്ക്കുക എന്ന് പറയുമ്പം ആദ്യം പുറത്ത് വരുന്ന പാർട്ട് അല്ലേ, അതിൻ്റെ ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ഏത്? യെസ്, അതിൻ്റെ റാഡിക്കിൾ എന്ന് പറയുന്നത് അല്ലേ. ഇങ്ങനെ താഴേക്ക് വളരുന്ന അതിൻ്റെ റാഡിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെ ബീജമൂലം എന്ന് നമുക്ക് വിളിക്കാം. ഇതാണ് പിന്നീട് വളർന്നിട്ട് ആ പ്ലാന്റിൻ്റെ റൂട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നത്. വെരി ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ആദ്യം റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം ഉണ്ടാവുന്നു, അത് വളർന്നിട്ട് എന്തായിട്ട് മാറുന്നു? യെസ്, അതാണ് പിന്നീട് അതിൻ്റെ വേരല്ലെങ്കിൽ റൂട്ടായിട്ട് മാറുന്നത് അല്ലേ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, ആ വിത്തിൽ നിന്ന് ഇതാ മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഈ ഒരു പാർട്ട് ഉണ്ട് അല്ലേ, ഈ ഒരു ഭാഗമുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? യെസ്, അതാണ് നമ്മുടെ പ്ലമ്യൂൾ അല്ലെങ്കിൽ ബീജ ശീർഷം എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലേ. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? യെസ്, നമ്മുടെ സസ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിന്റെ സ്റ്റെം അല്ലെങ്കിൽ കാണ്ഡം അല്ലേ, നമ്മുടെ അതിന്റെ തണ്ടായിട്ട് മാറുന്നത് എന്താണ്? നമ്മുടെ പ്ലമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷമാണ്. ഇനി നമുക്കറിയാം, ഏതൊരാൾക്കും വളരണമെങ്കിൽ എന്ത് വേണം? യെസ്, ഫുഡ് കിട്ടണം അല്ലേ, ആഹാരം വേണം. അപ്പോൾ പ്ലാന്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സ്വന്തമായിട്ട് എന്താണ്? ആഹാരം നിർമ്മിക്കുന്ന ആളുകളാണ് അല്ലേ, കുക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ഇലകളിൽ അല്ലേ, ലീഫിൽ വെച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? യെസ്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഒരു വിത്തിൽ നിന്ന് ഇതാ തൈച്ചെടിയായിട്ട് അല്ലേ, അതൊരു പ്ലാന്റ് ആയിട്ട് മാറുകയാണ്. അപ്പോൾ തന്നെ അതിന് ഇലകളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ട ഫുഡ് എവിടുന്നാണ് അതിന് കിട്ടുന്നത്? യെസ്, അതിന് വേണ്ടിയിട്ടാണ് ആരുള്ളത്? നമ്മുടെ കോട്ടിലിടൺ അല്ലെങ്കിൽ ബീജപത്രം ഉള്ളത്. അപ്പൊ ഇതാ വളർന്നു വരുന്ന വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചെടിക്ക് അതിന്റെ ഇലകൾ ഉണ്ടാവുന്നത് വരെ അതിനുള്ള ഫുഡ് കിട്ടുന്നത് എവിടുന്നാണ്? അത് കോട്ടിലിടൺ അല്ലേ, ബീജപത്രത്തിൽ നിന്നാണ്. അപ്പൊ ഇതാ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം? റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളർന്നിട്ട് എന്തായിട്ടാണ് മാറുന്നത്? യെസ്, അതാണ് പിന്നീട് റൂട്ടായിട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നത്. ഒരു വിത്ത് മുളയ്ക്കുന്ന സമയത്ത് അല്ലെ, ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം പുറത്ത് വരുന്ന പാർട്ടാണ് ഏത്? നമ്മുടെ റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ദ ബീജപത്രം, കോട്ടിലിടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പഠിക്കാം നമുക്ക്? യെസ്, ഗിവ്സ് ഫുഡ് ഫോർ ദ സ്പ്രൗട്ടിംഗ് സീഡ് അല്ലേ, തൈച്ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, ആഹാരം നൽകുന്നതാണ് ആര്? നമ്മുടെ കോട്ടിലിടൺ അല്ലെങ്കിൽ യെസ്, നമ്മുടെ ബീജപത്രം എന്ന് പറയുന്നത്. ഇനി പ്ലമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം എന്താണ്? അതാണ് നമ്മുടെ സ്റ്റെം ആയിട്ട് അല്ലേ, നമ്മുടെ തണ്ടായിട്ട് അല്ലെങ്കിൽ കാണ്ഡമായിട്ട് മാറുന്നത്. സെറ്റ് അല്ലേടാ? യെസ്, അപ്പോൾ ഈ കോട്ടിലിടൺ അല്ലെങ്കിൽ ബീജപത്രത്തിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് 2 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് ഇതാ നമ്മുടെ മോണോകോട്ട്സ് ആണ്, മോണോകോട്ടിലിഡൺ. അതല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഏകബീജപത്ര സസ്യങ്ങൾ അല്ലേ. ആ പേരിൽ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ കോട്ടിലിഡന്റെ കാര്യം. അപ്പൊ കോട്ടിലിഡൻ ഒരെണ്ണമേ ഉള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോണോകോട്ടിലിഡൺ അല്ലെങ്കിൽ മോണോകോട്ട്സ്, ഏകബീജപത്ര സസ്യങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. എക്സാമ്പിൾസ് ആണ് നമ്മുടെ നെല്ലും തേങ്ങയും എല്ലാം. ഇനി 2 എണ്ണം ഉണ്ടെങ്കിലോ, ഈ പറഞ്ഞിട്ടുള്ള കോട്ടിലിഡൻ 2 എണ്ണം ഉണ്ടെങ്കിലോ, യെസ്, അവിടെ നമ്മൾ എന്ത് വിളിക്കും? ഡൈക്കോട്ട്സ് അല്ലെ, ഡൈക്കോട്ടിലിഡൺ അല്ലെങ്കിൽ ദ്വിബീജപത്രങ്ങൾ എന്ന് വിളിക്കും, ദ്വിബീജപത്ര സസ്യങ്ങൾ. അപ്പൊ ഇതാ നമ്മുടെ മോണോകോട്ട് പ്ലാന്റ്സിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ സ്റ്റെമ്മിന്റെ ഔട്ടർ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഇന്നർ പാർട്ടിനെക്കാട്ടും കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും, അതായത് കുറച്ചും കൂടെ കട്ടിയുള്ളതായിരിക്കും. ഇനി മോണോകോട്ടിൻ്റെത് നോക്കുകയാണെങ്കിലോ, യെസ്, ദ്വിബീജപത്രങ്ങളുടേത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഇന്നർ പാർട്ട്, അതിന്റെ ഉൾഭാഗത്തിനായിരിക്കും എന്ത് കൂടുതൽ ഉണ്ടാവുക? ഈ പറഞ്ഞിട്ടുള്ള കട്ടി അല്ലേ, അതായത് ഇന്നർ പാർട്ടായിരിക്കും കുറച്ചും കൂടെ ഹാർഡായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകൾ നമുക്ക് 2ആയിട്ട് തരംതിരിച്ച് പറയാൻ പറ്റും. ഇപ്പൊ മോണോകോട്ട്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അല്ലേ, ഏകബീജപത്ര സസ്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ യെസ്, അതിന് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം അല്ലെ, നാരുവേരു പടലായിരിക്കും ഉണ്ടാവുക. പാരലൽ വിനേഷൻ, സമാന്തര സിരാവിന്യാസമാണ് ഇലകളിൽ ഉണ്ടാവുക. നമ്മളിപ്പൊ പറഞ്ഞ ഈ പോയിന്റും നമ്മുടെ സ്റ്റെമ്മിന്റെ കാണ്ഡത്തിന്റെ പോയിന്റും നമുക്ക് ഓർത്ത് വെക്കാം. ഇനി ഡൈക്കോട്ടിലേക്ക് പോവുകയാണെങ്കിലോ, ദ്വിബീജപത്ര സസ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ, യെസ്, അതിന്റെ റൂട്ട് അല്ലേ, വേരെന്ന് പറയുന്നത് ടാപ്പ് റൂട്ട്, തായ് വേരായിരിക്കും. അതേപോലെ തന്നെ അതിന്റെ സിരാവിന്യാസം അല്ലെ, ജാലികാ സിരാവിന്യാസം അല്ലെങ്കിൽ റെട്ടിക്കുലേറ്റ് വിനേഷൻ അല്ലെ, അതാണ് അതിന്റെ ഇലയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞല്ലേ, അതിന്റെ കാണ്ഡത്തിന്റെ ഉൾഭാഗത്തിന് എന്തായിരിക്കും? യെസ്, ഹാർഡർ അല്ലേ, ഹാർഡർ ദാൻ ഔട്ടർ പാർട്ട് എന്നാണ്. പുറം ഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ ഹാർഡ്നെസ് കൂടുതൽ, കടുപ്പം കൂടുതൽ എവിടെയായിരിക്കും? അതിന്റെ ഉൾഭാഗത്തായിരിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും?
അതിൻ്റെ വ്യത്യാസങ്ങൾ ഇതേപോലെ നമുക്ക് പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.